ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഷോയിൽ നിന്നാണ് ഞാൻ കുറച്ച് ടോട്ട് ബാഗുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് കുർത്തീസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തിയുണ്ട് ഞാൻ ഇട്ടേക്കണം. ഇനി അത് വെറുപ്പിക്കുന്നവരെ ഞാൻ ഇടും. പിന്നെ നമ്മുടെ ബാഗുകളിൽ ഫസ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബാഗാണിത്. ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബാഗിലേക്ക് വരുവാണെങ്കിൽ ഇത് ഇത്തിരി ഷോർട്ടായിട്ടുള്ള ബാഗാണ്, കാണാൻ പറ്റുന്നില്ലേ? അത് പക്ഷേ നമുക്ക് ലെങ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവർ തന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് പറയുകയാണെങ്കിൽ വലിയ മോശമൊന്നും പറയാനില്ല. പിന്നെ മെറ്റീരിയൽ വന്നതായിട്ട് ലെതർ തന്നെയാണ്. ലെതർ എന്ന് പറഞ്ഞാൽ PU ലെതറാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലെക്സിബിളാണ്, കണ്ടില്ലേ? അതുപോലെ നമുക്ക് ഭയങ്കര സോഫ്റ്റ്, നമ്മൾ തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്കങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് എത്ര സ്പേഷ്യസ് ആണെന്ന്, എത്ര കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര വലിയ സ്പേഷ്യസ് ഒന്നുമല്ല. ഒരുപാട് സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഓഫീസിൽ പോകാനൊക്കെ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൽ കുറച്ച് ഇങ്ങനത്തെ പേപ്പറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ വേറൊരു കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു കോയിൻ പോക്കറ്റ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അത് നമുക്ക് സിപ്പില്ലാത്തത് ഒരു ചെറിയ നെഗറ്റീവാണ്. ഇങ്ങനെ 2 ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത് അടയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറമെ വരുവാണെങ്കിൽ ഈ ബാക്കിൽ അകത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പുറമേ കൂടെ വരുന്നുണ്ട്, പക്ഷെ അത് കാണത്തില്ല. പിന്നെ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു റേറ്റ് ഇട്ട് നമുക്ക് ഭയങ്കര വൃത്തിയാണ്. റേറ്റ് വന്നിട്ട് 312 രൂപ മാത്രമാണ് ഇതിനുള്ളൂ. അപ്പോൾ ഈ റേറ്റിൽ ഈ 312 എന്ന രൂപയ്ക്ക് നമുക്കിത് ഭയങ്കര അഫോർഡബിൾ ആണ്. എന്തായാലും ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല ക്വാളിറ്റിയാണ്. സ്റ്റിച്ചിങ് ഒന്നും നമുക്കങ്ങനെ വിട്ടു പോണ സ്റ്റിച്ചിങ് ആയിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. പിന്നെ ഇത് ചിലപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ചിലപ്പോൾ ഫെയ്ഡാകും, എന്നാലും അത് പെട്ടെന്നൊന്നും ഫെയ്ഡാകുമെന്ന് തോന്നുന്നില്ല. അത്ര ക്വാളിറ്റി കുറവൊന്നും നമുക്ക് തോന്നണില്ല കേട്ടോ. ഓവറോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് എത്ര സ്പേഷ്യൽ നോക്കിയത് ഇത്ര ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ ഈ 312 രൂപ കൊടുത്തിട്ട് നമ്മൾ മീഷോയിൽ നിന്ന് ഇത് വാങ്ങുന്നതുകൊണ്ട് വേറെ നമുക്ക് ഒരു നഷ്ടവും വരാനില്ല. എന്താണെങ്കിലും ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഫസ്റ്റ് വൺ. ഇനി നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇതാണിങ്ങനെ വിടർത്തിയെടുക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതും ചിലപ്പോൾ എല്ലാവരും മീഷോയിൽ കണ്ടിട്ടുണ്ടാവും. ടോട്ട് ബാഗ് സെർച്ച് ചെയ്യുന്ന എല്ലാവരെയും കണ്ടിപ്പെട്ടിട്ടുള്ള ഒരു ബാഗായിരിക്കും ഇത്. ഇങ്ങനെ പറയുവാണെങ്കിൽ ഇത് തുണിയാണ്, അതായത് ക്ലോത്താണ് വരുന്നത്. അതിൽ നമ്മൾ സൈറ്റിൽ മീഷോയിൽ എഴുതിയേക്കുന്നത് ക്യാൻവാസ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പം ഈ തുണിയുടെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് കോളേജിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ വേണമെങ്കിൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ബീച്ചിൽ പോകുമ്പോൾ വരെ ഇത് നമുക്ക് സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൽ പിന്നെ എത്ര കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വലിയ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഒരുപാട് വലിയ ബാഗല്ല കേട്ടോ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിൽ സിപ്പ് വരുന്നുണ്ട്. അയ്യോ, വർക്ക് ചെയ്യുന്നില്ലേ? സോറി, വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണ്. സിപ്പ് കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ല സിപ്പ് തന്നെയാണ്. ഇത് ആദ്യം എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സ്ലിങ് വന്നിട്ട്. പിന്നെ ഈ പുറമെ 2 കമ്പാർട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിനൊന്നും നമുക്ക് സിപ്പൊന്നും പറയാനില്ല, പക്ഷേ ഇത് ഇത്രയും നമുക്ക് സ്പേഷ്യസ് ആണ്. ഇത്രയും നമുക്ക് സാധനങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ പെന്നോ അങ്ങനെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഈവൻ നമുക്കൊരു നാനോക്കോടൊക്കെ ഇതിൽ കയറുന്നോ തോന്നുന്നത്. അങ്ങനെ 2 എണ്ണം. പിന്നെ ഇത് ഒരു ഭംഗിക്ക് 2 ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഈവൻ ഈ ഒരു മോഡല് ബാഗുകൾ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. ഇതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. തീരെ ക്വാളിറ്റി കുറവില്ല എന്നോ സൗണ്ട് കേൾക്കുന്നുണ്ട്.
അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഈവൻ ഇതിൻ്റെ റേറ്റ് 260 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ റേറ്റ് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 200-250 രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് കിട്ടും. ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര വെർത്താണ്. ഈ ഒരു ഇതുപോലത്തെ എന്നുവെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നല്ല സുഖമാണ്. ഇത് വാഷ് ചെയ്യണതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. നല്ല മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉണ്ട്. അല്ല നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണിത്. കണ്ടോ? എന്നുവെച്ചാൽ ഈ ഒരു മോഡല് ബാഗുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ബാഗ്. നല്ല ലൈറ്റ് വെയ്റ്റ്, അത്യാവശ്യം സാധനങ്ങൾ. ഇതിപ്പോൾ നമ്മൾ കോളേജിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ബുക്സ്, പിന്നെ സ്റ്റെയിൻ വരും. ഈ ഒരു കളർ ആയതുകൊണ്ട് ഇനി വേറെ കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരൊറ്റ കളറേ ഉള്ളൂ. പിന്നെ ഉള്ളത് വേറെ മോഡലൊക്കെ ഇതുപോലെ ഉണ്ട്, ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ ഈ ഒരു കളർ മാത്രമാണ് ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. ഇതിൽ സ്റ്റെയിനൊക്കെ വരും. അപ്പം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ്. ഇത് ഈ 260 രൂപ അല്ലെങ്കിൽ 250 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബാഗ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അടുത്ത ബാഗ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെടാൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ? ഇതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇത് ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു ബ്രൗൺ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ടെന്ന് തോന്നണേ. പക്ഷേ ബ്ലാക്കിൽ ഏറ്റവും ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു ബാഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മൾ തൊടുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്ത് നല്ലൊരു മെറ്റീരിയലായിട്ട് തോന്നുന്നു. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സിപ്പ് വരുന്നുണ്ട്. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ എത്ര സ്പേഷ്യസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്രേ ഉള്ളൂ. ഈ ബാക്ക് കണ്ടറിയാം. ഇത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒത്തിരി സാധനങ്ങളൊന്നും കയറില്ല. പക്ഷേ ഇത് ഭയങ്കര സ്റ്റൈലായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബാഗാണ്. ഇതിനാണെങ്കിൽ സിപ്പ് തന്നെയാണ് വരുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സിബ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല സ്റ്റിച്ചിങ് തന്നെയാണ് വരുന്നത്. കുറച്ച് എന്നുവെച്ചാൽ നല്ല സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് എന്നുവെച്ചാൽ ബാക്കിൽ ഇതുപോലെ ഒരു ഇച്ചിരി ത്രെഡൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ വലിയ സീനൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 330 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. ഇതിലും റേറ്റ് കുറവ് തന്നെയാണ് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ കാണാം. അല്ലെങ്കിൽ ഈവൻ നമ്മളൊരു 300 അല്ലെങ്കിൽ 350 രൂപയ്ക്ക് ഇടയിൽ ഈ ഒരു ബാഗ് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വൃത്തിയാണ്. ഇതിൽ വേറെ നമ്മൾ ചിന്തിക്കേണ്ട ഈ ഒരു ബാഗ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി നല്ലതാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ റേറ്റ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഈ ബാഗ് കിട്ടുന്നത്. വേണമെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ എടുക്കാം. പക്ഷേ ഇതുകൊണ്ട് കളറ് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ മെറ്റീരിയൽ രണ്ടും കൂടെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഇതിൻ്റെ ഈ വള്ളി ഉണ്ടല്ലോ, അതും പിന്നെ ഈ ബാഗിൻ്റെ കുറച്ച് മെറ്റീരിയലിൽ വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമില്ല. കാരണം ഈ ബാഗിൽ ചെറിയൊരു ഇത്തിരി ഇങ്ങനെ തിളങ്ങുന്ന പോലെ തോന്നുന്നില്ലേ? പക്ഷെ ഇതിനങ്ങനെ തോന്നില്ല. സാധാരണ നമ്മുടെ PU ലെതർ സാധാ ബാഗുകളുടെയൊക്കെ പോലെയാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇതിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. ഓവറോൾ ഇപ്പം നമുക്കൊരു ഫയലൊക്കെ ഇട്ടിട്ട് പോകാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ നല്ലതാണ്. നല്ല ബാഗ് എനിക്ക് ഭയങ്കര. ഇനി നമ്മുടെ അടുത്ത ബാഗ് വന്നിട്ട് ഒരു യെല്ലോ കളറ് ബാഗാണ്. ഇത് ആക്ച്വലി ഞാനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ബാഗിൻ്റെ ക്വാളിറ്റി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഇത്ര നല്ലത് കിട്ടി കേട്ടോ. ഇത് ഞാൻ ഓർത്തു, ഇത് ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. എനിക്ക് സത്യമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് ഒത്തിരി അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന് പിന്നെ ഇതുപോലെ റിബണൊക്കെ വരുന്നുണ്ട്. ഈ റിബൺ വേണ്ടെങ്കിൽ അയച്ച് കളയാം കേട്ടോ. എനിക്ക് ചിലവർക്ക് റിബൺ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു സംഭവം. അപ്പം എന്താണെങ്കിലും അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുവാണെങ്കിൽ
ലെതർ തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ആ ബ്ലാക്ക് കാണിച്ചില്ല, ആ ഒരു ഏകദേശം ആ ഒരു മോഡലിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത്. നല്ല ഫ്ലെക്സിബിളാണ്, നല്ല സോഫ്റ്റാണ്. ഇത് നമ്മൾ തൊടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പൊക്കെ ഫീൽ ചെയ്യണ പോലത്തെ ലെതറില്ലേ, അതുപോലത്തെ ഒരു മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ വന്നിട്ട് ഇത്ര നേരം ഞാൻ കാണിച്ചത് ഒറ്റ കമ്പാർട്ട്മെൻറ്റ്, പിന്നെ അതിൻ്റെ അകത്തായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് ഇതുപോലെയാണ്. ഇങ്ങനെ 3 സിപ്പ് വന്നിട്ട് ഉള്ള ഒരു മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുറക്കുമ്പോൾ ഈ നടുക്കത്തെ സിപ്പ് തുറക്കുമ്പോഴാണ് ഇത് എത്ര സ്പേഷ്യസ് ആണെന്ന് മനസ്സിലായത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ബാഗ് വരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അത് അത്ര ഒത്തിരി സാധനങ്ങളൊന്നും വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ നടുക്കത്തിൽ ഈ പുറമേന്ന് കണ്ടാൽ ശരിക്കും മനസ്സിലാകും. കണ്ടോ, ഇത്രമാത്രം സാധനങ്ങൾ ഇതിൽ കൊള്ളും, ഇത്ര ഇത് ഓപ്പണായിട്ട് വരും. പിന്നെ നമ്മൾ ഇനി ഈ സൈഡിലത്തെ 2 സിപ്പുകൾ തുറക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത അത്ര സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ, നമുക്ക് കോളേജിൽ ഇത് കൊണ്ടുപോകാൻ എനിക്കത്ര താല്പര്യമൊന്നുമില്ല. ഓഫീസ് ബാഗൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോൾ ഈവൻ നമ്മൾ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് ഇരിക്കും. ഇപ്പോൾ കുടയോ എന്ത് സാധനം, ഇത് ലാപ്ടോപ്പ് ഒന്നും പറ്റത്തില്ല കേട്ടോ, ലാപ്ടോപ്പ് ഒന്നും ഇതിൽ കയറത്തില്ല. ഈ മെറ്റീരിയൽ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഒന്നും പറയാനില്ല, നല്ല സ്റ്റിച്ചിങ് ആണ്, വലിയ മോശമൊന്നും പറയാനില്ല കേട്ടോ. ഈ ഒരു റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. ഈ 400 രൂപയിൽ താഴെയാണ് ഈ ഒരു ബാഗുകളൊക്കെ വരുന്നത്. സ്റ്റിച്ചിങ് ഒന്നും വലിയ പ്രശ്നമില്ല. ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ വള്ളിയിലുള്ള സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ മറ്റേ കോയിൻ പോക്കറ്റുകൾ അങ്ങനെയൊന്നും വരുന്നില്ല. അത് ഇതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ നെഗറ്റീവൊന്നും നമ്മൾ പറയണ്ട, നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്തിട്ടേ വാങ്ങുന്നുള്ളൂ. അതായത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 328 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ അതിന് ഇത്രയും റേറ്റ് ഒന്നുമില്ല. 350-ലൊക്കെ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ ഈ ഒരു റേറ്റിൽ ഈവൻ പോട്ടെ 400 രൂപയ്ക്ക് താഴെ നമുക്ക് ഈ ഒരു ബാഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് വർത്താണ്. ഞാൻ വേറൊന്നും ഒരു രീതിയിലല്ല, 400 രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ബാഗ് ഇത്രയും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല സിമ്പിൾ ലുക്കിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മീഷോയിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുള്ളൂ. വേറെ സൈറ്റിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്താണെങ്കിലും ഇത് ഭയങ്കര രസമാണ്, നല്ല സ്റ്റൈല് ബാഗാണ് കേട്ടോ. നമുക്കിപ്പോൾ ഏതെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ബാഗാണ് ഇത്. ഈ ഒരു വൈബ്രൻറ്റ് ഈ ഒരു യെല്ലോ കളറും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതും നമുക്ക് വേറെ ഒരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുക്കാവുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ക്വാളിറ്റി ഇഷ്യൂ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ റേറ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്താണ് ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി പറയുന്നത്. ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബാഗാട്ടോ എനിക്ക് കിട്ടിയത്. ഇതും നിങ്ങൾ മീഷോയിൽ കണ്ടിട്ടുണ്ടാവും, കാരണം ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ലെതർ അല്ല കേട്ടോ, ഞാൻ ലെതർ ആണെന്ന് ഓർത്തിട്ടാണ് വാങ്ങിയത്. ഇത് ലെതർ അല്ല, ഒരു തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ഒക്കെ കണ്ടോ, ഈ ഒരു ഫ്രണ്ടിൽ മാത്രമാണ് പ്രിന്റ് വരുന്നത്, ഇതിൻ്റെ ബാക്കിൽ ബ്ലാക്ക് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സ്ലിം ബാഗും കിട്ടും. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു ഫോണോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് ഒരു ചെറിയ സ്ലിം ബാഗ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതെല്ലാം തുണി തന്നെ വരുന്നത്, ലെതർ അല്ല ഇതിൻ്റെ വരുന്നത്. പക്ഷേ ഈ വലിയ ബാഗിൻ്റെ ഇത് ലെതർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി ഇങ്ങനെ ഇതിൻ്റെ ഈ സൈഡ് കണ്ടാൽ അറിയാം, ഒത്തിരി സ്പേഷ്യസ് അല്ല, പക്ഷേ ഇത് ലെങ്ത് ഉണ്ട്, ഇച്ചിരി ലെങ്ത് ഉള്ള ബാഗാണിത്. ഞാൻ ട്രയൽ വീഡിയോ ഇടുവാണെങ്കിൽ ഇതിൽ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ലെങ്ത് ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് ഓഫീസ് യൂസിനും ഡെയിലി യൂസിനൊക്കെ പറ്റിയ ബാഗാണ്. കാര്യം ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും നല്ലതാണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേട്ട് വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് നമുക്ക് ഇതിൽ കുറച്ച് പേപ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല.
ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിനകത്ത് വേറെ ഒരു മെറ്റീരിയൽ അകത്ത് വരുന്നുണ്ട്. അതിനാണേലും വലിയ ക്വാളിറ്റി കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത്, കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്തും നമുക്കൊരു സിപ്പ്, ഒരു കോയിൻ പോക്കറ്റ് പോലെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, സിപ്പ് വരുന്നുണ്ട്. സോ നമുക്കതിൽ നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ, അതിൻ്റെ പുറമെ തന്നെയാണ് കേട്ടോ അടുത്ത സിപ്പ് വരുന്നത്. അപ്പം ടോട്ടലി നമുക്ക് 2 സിപ്പുള്ള 2 കോയിൻ പോക്കറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റുമാണ് ഇതിൽ വരുന്നത്. നമുക്കിത് ഡെയിലി യൂസായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഇങ്ങനെ പ്രിൻ്റഡ് ഇത് സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ഞാൻ ഒന്നാമത്തെ ക്വാളിറ്റീനെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു തുണി പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇത് വാഷ് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നൊന്നുമില്ല. നമുക്ക് ഓവറോൾ ഇതിൻ്റെ റേറ്റ് 343 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 343 രൂപ, അതായത് 343 റുപ്പീസാണ് ഉള്ളി. അപ്പോൾ ഇതും പിന്നെ ഇതും കൂടെ, ഈ രണ്ടിൻ്റെ കൂടെ റേറ്റാണ് കേട്ടോ ഈ 343 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിനും കൂടെ ഈ ഒരു റേറ്റിന് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് ഡെയിലി യൂസായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, മെറ്റീരിയലും നല്ലതാണ്, നല്ല ക്വാളിറ്റി, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും തോന്നുന്നുണ്ട്. സോ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഡിസൈനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു റേറ്റിന് ചിലപ്പോൾ പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പം നമ്മുടെ അടുത്ത ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നമ്മൾ കണ്ടിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. കുറേയും കൂടെ ബിഗ് സൈസാണ്, കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ഒരു വലിയ ബാഗാണ്. ഇതിലാണെങ്കിൽ ഇങ്ങനെ പ്രിൻ്റ് വരുന്ന സൈസാണ്. പക്ഷേ ഇതിൽ മെറ്റീരിയൽ പറഞ്ഞിരുന്നത് ലെതറാണ്. പക്ഷേ ഇതിൻ്റെ ഈ പ്രിൻ്റ് വന്നിട്ട് ലെതറല്ല, ഒരു തരം നമ്മുടെ ഈ ഒരു സാറ്റിൻ ടൈപ്പ് ക്ലോത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ പുറമെ വന്നേക്കണത്. ചില തുണി പോലെ തന്നെ, ചില ആദ്യം ഞാൻ കാണിച്ച ഇതിൻ്റെ ആണെങ്കിൽ വേറെ സൈസ് ഒരു തുണി, കോട്ടൺ പോലത്തെ, ഏകദേശം ഒരു കോട്ടൺ പോലത്തെ ഒരു ക്ലോത്ത് ആണെങ്കിൽ, കോട്ടണും പോളിസ്റ്ററൊക്കെ ബ്ലെൻഡ് ഒരു തുണിയാണെങ്കിൽ ഇതൊരു സാറ്റിൻ ക്ലോത്ത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷെ അതിങ്ങനെ നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല, നമുക്കിങ്ങനെ തൊടുമ്പോൾ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കിങ്ങനെ പിടിച്ചാലൊന്നും തോന്നില്ല. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇതിനിങ്ങനത്തെയാണ്, ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് എത്ര സ്പേഷ്യസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 സിപ്പ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സിപ്പൊക്കെ നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ അകത്തും ഇതുപോലൊരു ചെറിയൊരു കോയിൻ പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് വേറെ പോക്കറ്റൊന്നും വരുന്നില്ല, ഇതിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ അകത്തുള്ള ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ മെറ്റീരിയൽ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്, കേൾക്കത്തില്ലേ? നല്ല അത്രയും കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. പോകത്തില്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, വലിയൊരു ബാഗാണ്. ഞാനിപ്പോൾ ബാക്കിൽ കാണിച്ചു തരാം ഇത് എത്രത്തോളം സ്പേഷ്യസ് ആണ്. ഇത്ര വലിപ്പമുണ്ട്. സോ നമുക്ക് ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ഒത്തിരി അധികം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമുക്കിത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്, ഈ ഒരു പ്രിൻ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടോ, ഈ ത്രെഡ് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് എനിക്കത്ര സുഖമായില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതേത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ത്രെഡുകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അത് ആ തുണി ആയതുകൊണ്ടാണ്. പിന്നെ സ്റ്റിച്ചിങ് അത്ര സുഖമില്ല. കണ്ടോ, ഇതിൻ്റെ ത്രെഡെല്ലാം ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈവൻ നമ്മുടെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 343 രൂപ തന്നെയാണ് കേട്ടോ. ഇതിനും 343 രൂപയാണ് ഞാൻ കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു റേറ്റിന് ഇത് നല്ലതാണ്, കാരണം ഇത്രയും വലിയൊരു ബാഗാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം.
പിന്നെ ഇതിൻ്റെ വേറൊരു കളറും കൂടെ അവൈലബിൾ ആണെന്ന് തോന്നണേ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബാഗുകൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.